ലോ ഫ്ലോർ ബസ്സുകൾ കൊച്ചിയിലും നിരത്തിലിറങ്ങി. വൈറ്റിലയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ.വി. തോമസാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 7 ബസ്സുകളാണ് നഗരത്തിൽ സർവീസ് നടത്തുക. ഏറെ വിവാദങ്ങൾക്ക് ശേഷമാണ് കൊച്ചിയിൽ ലോ ഫ്ലോർ ബസ്സുകൾ നിരത്തിലിറങ്ങിയത്. തിരുവനന്തപുരത്ത് സർവീസ് തുടങ്ങി 1.5 മാസത്തിന് ശേഷം. അരൂർ അങ്കമാലി റൂട്ടിലും ഫോർട്ട് കൊച്ചി നെടുമ്പാശ്ശേരി റൂട്ടിലുമായി 7 ബസ്സുകളാവും സർവീസ് നടത്തുക. 10 രൂപയാണ് മിനിമം നിരക്ക്. കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ.വി. തോമസാണ് സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഗതാഗത മന്ത്രി ജോസ് തെറ്റിയിൽ താക്കോൽദാനവും ഫ്ളാഗ് ഓഫും നിർവഹിച്ചു. തുടർന്ന് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ബസ്സിൽ കന്നിയാത്ര നടത്തി. ഇത്തരം സർവീസുകൾ ലാഭമുണ്ടാക്കണമെന്നില്ല, പക്ഷെ വലിയ നഷ്ടമുണ്ടാക്കാതെ പോകാൻ കഴിയും. അതിനുവേണ്ടിയുള്ള പ്രത്യേക റൂട്ടുകൾ ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് എറണാകുളം നഗരത്തിലൂടെ പോകുന്നവരോട് മിനിമം ബസ് സർവീസ് 10 രൂപ എന്ന് പറഞ്ഞാൽ ആളുകൾ കയറാൻ പ്രശ്നമുണ്ട്. അല്ലാത്ത സർവീസുകളുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ എയർപോർട്ടിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള സർവീസ് തുടങ്ങുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങുന്ന യാത്രക്കാർക്ക് അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് 40-50 രൂപ കൊടുക്കുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ടാക്സി പിടിച്ചു പോകുന്നതിനേക്കാൾ എളുപ്പമാണ്. ബസ്സുകളുടെ ആദ്യ യാത്ര കാണാൻ വൈറ്റിലയിൽ നിരവധി പേർ എത്തിയിരുന്നു. ആദ്യ സൗജന്യ യാത്രയ്ക്ക് തിരക്കോട് തിരക്ക്. 2 ദിവസം കഴിഞ്ഞ് സർവീസ് തുടങ്ങുമ്പോൾ ആളുകളുടെ സഹകരണം വേണമെന്ന് ജനപ്രതിനിധികൾ. 200 ബസ്സുകൾ കൂടി ഉടൻ നഗരത്തിലെത്തുമെന്ന് നഗരസഭാ അധികൃതർ. ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ചാവും ഇവ വാങ്ങുക. AC അടക്കമുള്ള ആധുനിക സൗകര്യങ്ങളെല്ലാം അടങ്ങിയതാണ് കൊച്ചിയിലിറങ്ങിയ ലോ ഫ്ലോർ ബസ്.